സർക്കാർ ഏജൻസിക്കെതിരെ അതൃപ്തി രേഖപ്പെടുത്തി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ. അവയവദാന ഏജൻസിയായ കേസോട്ടോയ്ക്കെതിരെയാണ് നെഫ്രോളജി മേധാവി ഡോക്ടർ മോഹൻദാസിന്റെ വിമർശനം. 4 വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ കേസോട്ടോയുടെ സഹായമില്ലാതെ നടത്തിയെന്ന് മോഹൻദാസ് ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു. ആരോഗ്യമന്ത്രിയുടെ സഹായം ലഭിച്ചില്ല എന്നും പോസ്റ്റിലുണ്ട്. ഷിജോ കുര്യനുണ്ട് വിവരങ്ങൾ നൽകാനായി. ഷിജോ, ഡോക്ടർ ഹാരിസ് ചുരക്കലിന് പിന്നാലെ മറ്റൊരു ഡോക്ടറും കൂടെ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ്. അവിടെയും എന്തൊക്കെ തരത്തിലുള്ള വിമർശനങ്ങളാണ് ഈ ഡോക്ടർ ഉന്നയിക്കുന്നത്? മറ്റു വിവരങ്ങൾ. അജി, ഇതിനകത്ത് ചെറിയൊരു തിരുത്തുണ്ട്. കാരണം മന്ത്രിയുടെ സഹായം കിട്ടിയില്ല എന്ന് ഡോക്ടർ പറഞ്ഞിട്ടില്ല. മന്ത്രിക്ക് നന്ദി എന്നുള്ള ഒരു വാചകം ഡോക്ടറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് അദ്ദേഹം പറയുന്നത് കേസോട്ടോയ്ക്കെതിരെയാണ്. സാധാരണഗതിയിൽ അവയവമാറ്റ ശസ്ത്രക്രിയകൾ അല്ലെങ്കിൽ അവയവമാറ്റ കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ അത് കേസോട്ടോ മുഖേനയാണ് നടക്കേണ്ടത്. ഇപ്പോൾ കഴിഞ്ഞ 2 ആഴ്ചക്കിടയിൽ 4 വൃക്ക മാറ്റിയുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ഡോക്ടർ മോഹൻദാസ് പറയുന്നത്. അതിനകത്ത് കേസോട്ടോയുടെ സഹായമില്ലാതെയാണ് ആ കാര്യങ്ങളെല്ലാം ചെയ്തത്. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് തന്നെ കൃത്യമായിട്ടുണ്ട്. നമുക്കറിയാം, ഈ അവയവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും കേസോട്ടോ മുഖേനയാണ് നടക്കേണ്ടത്. പക്ഷേ ഇവിടെ ഇപ്പോൾ അത് കേസോട്ടോയിലൂടെ നടക്കുന്നില്ല. കേസോട്ടോയുടെ സഹായമില്ലാതെ ഈ പറയുന്ന 2 ആഴ്ചക്കുള്ളിൽ ഈ 4 കാര്യങ്ങളും നടന്നു എന്നുള്ള കാര്യം ഒരു പരിഹാസ രൂപേണയാണ് ഡോക്ടർ മോഹൻദാസ് ഇപ്പോൾ ഫേസ്ബുക്കിൽ ഒരു കുറിപ്പ് എഴുതിയിട്ടിരിക്കുന്നത്. നെഫ്രോളജി വിഭാഗം മേധാവി കൂടിയാണ് അദ്ദേഹം. അപ്പോൾ അതങ്ങനെ അദ്ദേഹം ഒരു കുറിപ്പ് സമൂഹ മാധ്യമത്തിൽ എഴുതിയിടുമ്പോൾ അത് സ്വാഭാവികമായിട്ടും സർക്കാർ സംവിധാനങ്ങൾക്ക് എതിരെയുള്ള ഒരു പോസ്റ്റ് തന്നെയാണ്. പിന്നീട് അദ്ദേഹം അത് പോസ്റ്റ് സമൂഹ മാധ്യമത്തിൽ നിന്ന് പിൻവലിക്കുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ എന്തായാലും ഒരു ഉപകരണമില്ലാതെ ശസ്ത്രക്രിയ മുടങ്ങി എന്നുള്ള തുറന്നു പറച്ചിൽ ഡോക്ടർ ഹാരിസ് ചുരക്കൽ നടത്തിയത് ഫേസ്ബുക്കിലൂടെ സമൂഹ മാധ്യമത്തിലൂടെയാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ സർക്കാർ ആശുപത്രിയിൽ തന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ തന്നെ ഒരു വിഭാഗത്തിലെ മേധാവി ഡോക്ടർ മോഹൻദാസ് കേസോട്ടോയ്ക്കെതിരെ രംഗത്ത് വരുന്നത്. അവയവമാറ്റവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായിട്ട് പ്രവർത്തിക്കേണ്ട ഒരു സംവിധാനമാണ് കേസോട്ടോ അത് ചെയ്യുന്നില്ല. അത് ചെയ്തില്ല എങ്കിലും ബാക്കിയുള്ള കാര്യങ്ങൾ അതിന്റെ മുറയ്ക്ക് നടക്കുന്നുണ്ട്. ആരോഗ്യമന്ത്രി സഹായിച്ചു, മറ്റുള്ള ആളുകൾ സഹായിച്ചു എന്ന് പറയുന്ന ഡോക്ടർ മോഹൻദാസിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് അദ്ദേഹം പങ്കുവെച്ചത്. അതിനകത്ത് എല്ലാവർക്കും അദ്ദേഹം നന്ദി പറയുന്നുണ്ട്. പക്ഷേ അതിനകത്തും ഒരു പരിഹാസത്തിന്റെ സ്വരം അതിനകത്ത് പരിഹാസത്തിന്റെ ധ്വനി ഉണ്ട് എന്ന് നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാവും. എന്തായാലും അതുകൊണ്ടാണെന്ന് തോന്നുന്നു അദ്ദേഹം ആ പോസ്റ്റ് പിൻവലിച്ചിട്ടുണ്ട്. ആരോഗ്യമന്ത്രിക്ക് നന്ദി പറയുമ്പോഴും കറപ്റ്റഡ് കേസോട്ടോയാണ്, അതായത് കേസോട്ടോ അഴിമതി നിറഞ്ഞതാണ് എന്ന് അദ്ദേഹം അത് പറയുന്നുണ്ട്. പക്ഷേ അത് പരോക്ഷമായിട്ടാണെങ്കിൽ പോലും ആരോഗ്യമന്ത്രിക്ക് എതിരായിട്ടുള്ള പരാമർശമായിട്ട് നമുക്ക് തന്നെ വ്യാഖ്യാനിക്കേണ്ടി വരും. എന്തായാലും ആ ഫേസ്ബുക്ക് പോസ്റ്റ് അദ്ദേഹം പിൻവലിച്ചിട്ടുണ്ട്. എന്തായാലും ഡോക്ടർ ഹാരിസ് ചുരക്കലിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ സമൂഹ മാധ്യമത്തിലൂടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ തന്നെ ഒരു വകുപ്പ് മേധാവി ഇത്തരം ഒരു പരാമർശം നടത്തുകയും അത് വീണ്ടും പിൻവലിക്കുകയും ചെയ്തിരിക്കുന്നത്. അജി, ഷിജോ കുര്യനാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.